LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഫോർ ST ഓൺലി 10/1/2020 നടന്ന STക്കാർക്ക് നടന്ന ഒരു LD ക്ലർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദ വയലിൻ. ഹി പ്ലേഡ് എ ട്യൂൺ ഡാഷ് ദി വയലിൻ. ഓപ്ഷൻ എ ഇൻ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി വിത്ത്, ഓപ്ഷൻ ഡി ഓവർ. ഇൻ, ഓൺ, വിത്ത്, ഓവർ ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഓൺ ദ വയലിൻ എന്നുള്ളതാണ്. ഹി പ്ലേഡ് എ ട്യൂൺ ഓൺ ദ വയലിൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഓൺ ദി വയലിൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. വി എൻജോയ്ഡ് ഡാഷ് ഫൺ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ഓൺ, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ഫോർ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ദ എന്നുള്ളതാണ്. വി എൻജോയ്ഡ് ദി ഫൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തേർഡ് വൺ. ദേ ഡാഷ് ഫോർ യു. ദേ ഡാഷ് ഫോർ യു. വെയിറ്റ്സ്, ഈസ് വെയിറ്റിംഗ്, വെയിറ്റ്, ആർ വെയിറ്റിംഗ്. ദേ ഡാഷ് ഫോർ യു. വെയിറ്റ്സ്, ഈസ് വെയിറ്റിംഗ്, വെയിറ്റ്, ആർ വെയിറ്റിംഗ് ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആർ വെയിറ്റിംഗ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. ദേ ആർ വെയിറ്റിംഗ് ഫോർ യു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഫോർത്ത് വൺ. ദ സിനണിം ഓഫ് എക്സെൻട്രിക്. എക്സെൻട്രിക് എന്നതിൻ്റെ പര്യായ പദം എന്താണ്? ഓപ്ഷൻ എ പെക്യൂലിയർ, ഓപ്ഷൻ ബി എഫിഷ്യൻറ്റ്, ഓപ്ഷൻ സി എറ്റേണൽ, ഓപ്ഷൻ ഡി പ്രൊഫിഷ്യൻറ്റ് ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, പെക്യൂലിയർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. എക്സെൻട്രിക് എന്നതിൻ്റെ പര്യായ പദം അതേ മീനിങ് വരുന്നത് പെക്യൂലിയർ എന്നുള്ളതാണ്. ഫിഫ്ത്ത് വൺ. ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ദ വേർഡ് ഹാപ്പി ഈസ് എ ഓർ ആൻ. ദ വേർഡ് ഹാപ്പി, ഹാപ്പി എന്നുള്ള വേർഡ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവർ സന്തോഷപരമായിട്ടുള്ള ജീവിതം നയിക്കുന്നു. അതിൽ ഹാപ്പി എന്നുള്ളത് നൗൺ ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ, വെർബ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് ഹാപ്പി? അല്ലേ, അഡ്ജക്റ്റീവ് ആണ്. ഓപ്ഷൻ ബി അഡ്ജക്റ്റീവ്. കാരണം എന്താ, ഇവിടെ ഹാപ്പി എന്നുള്ളത്, ലൈഫ് എന്നുള്ളത് നൗൺ ആണ് അല്ലേ. ദേ ലീഡ് എ ഹാപ്പി ലൈഫ്. ഇവിടെ ലൈഫ് എന്നുള്ളത് നൗൺ ആണ്. എങ്ങനത്തെ ജീവിതമാണ് നയിക്കുന്നത്? ഹാപ്പി ലൈഫ് അല്ലേ. അപ്പോൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ എന്ത് കൊടുത്തത്? ഹാപ്പി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ നൗൺ. ഓക്കെ, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇവിടെ അഡ്ജക്റ്റീവ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി അഡ്ജക്റ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് വൺ. ദ ആൻറ്റണിം ഓഫ് എക്സ്ട്രാവാഗൻറ്റ് ഈസ്. ഒരുപാട് തവണ ചോദിച്ചതാണ്. ദ ആൻറ്റണിം ഓഫ് എക്സ്ട്രാവാഗൻറ്റ്. എക്സ്ട്രാവാഗൻറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താ എന്നുള്ളതാണ്. ഓപ്ഷൻ എ റിയൽ, ഓപ്ഷൻ ബി ഹോസ്റ്റൈൽ, ഓപ്ഷൻ സി ഫ്രൂഗൽ, ഓപ്ഷൻ ഡി എനിമി. റിയൽ, ഹോസ്റ്റൈൽ, ഫ്രൂഗൽ, എനിമി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഫ്രൂഗൽ എന്നുള്ളതാണ് എക്സ്ട്രാവാഗൻറ്റ് എന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഓപ്ഷൻ സി. സെവൻത്ത് ക്വസ്റ്റ്യൻ. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദി എനിമീസ്. അവർ ജവാൻസ് വുഡ് നോട്ട് ഡാഷ് ടു ദി എനിമീസ്. ഓപ്ഷൻ എ ഗിവ് ഇൻ, ഓപ്ഷൻ ബി ഗിവ് എവേ, ഓപ്ഷൻ സി ഗിവ് അപ്പ്, ഓപ്ഷൻ ഡി ഗിവ് ഔട്ട് ഏതാണ് കറക്റ്റ് ആൻസർ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അവർ ജവാൻസ് വുഡ് നോട്ട് ഗിവ് ഇൻ ടു ദ എനിമീസ്. ഗിവ് ഇൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അവർ ജവാൻസ് വുഡ് നോട്ട് ഗിവ് ഇൻ ടു ദ എനിമീസ്. ഓപ്ഷൻ എ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള ഈസ് ആൻ ഡാഷ്. റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള ഈസ് ആൻ ഡാഷ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്, അസേർട്ടീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇവിടെ റൈസ് ഈസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള എന്നുള്ളത് ഏത് തരം സെൻറ്റൻസ് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മുമ്പ് നമ്മൾ പറഞ്ഞതാണ് 4 തരം സെൻറ്റൻസ് ഉണ്ട് അല്ലേ. എക്സ്ക്ലമേറ്ററി, അസേർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ആയിരിക്കും, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതല്ല. ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തായിരിക്കും. അപ്പോൾ ഇതല്ല. എക്സ്ക്ലമേറ്ററി എന്നാണെങ്കിൽ അവസാനം എന്തുണ്ടാവും? ആശ്ചര്യചിഹ്നം ഉണ്ടാവും. അപ്പോൾ അതുമല്ല ഇത്. അസേർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ?
ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന കോമൺ ആയിട്ടുള്ളൊരു വേർഡ്. അത് ഏതാണ്? ഓപ്ഷൻ ബി അസേർട്ടീവ് സെൻറ്റൻസ് ആണ്. അസേർട്ടീവ് സെൻറ്റൻസ്. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക് ഈസ്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക് ഈസ് ഡാഷ്. പീകോക്ക് എന്നുള്ളത് ഏത് തരം വേർഡാണ്? കോമൺ നെയിം വേർഡാണോ? കോമൺ വേർഡാണോ? മസ്കുലിൻ ആണോ? ഫെമിനിൻ ആണോ? ന്യൂട്രൽ ആണോ? ഏതാണ്? പീകോക്ക്. യെസ്, മസ്കുലിൻ ആണ് അല്ലേ? പീകോക്ക്. പി ഹെൻ പറയും, പീകോക്ക് എന്നും പറയും. ഇവിടെ പീകോക്കാണ്. പീകോക്ക് എന്നുള്ളത് മസ്കുലിൻ ആണ്, പുല്ലിംഗമാണ്. ഓക്കെ, അടുത്തത് വിച്ച് വേർഡ് ഈസ് കറക്റ്റ്. വിച്ച് വേർഡ് ഈസ് കറക്റ്റ്? വെക്കേഷൻ, 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 വെക്കേഷൻ. കറക്റ്റ് സ്പെല്ലിങ് ഏതാ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ എ ആണ്. VACATION. VACATION, വെക്കേഷൻ. 2 C വേണ്ട, 2 T വേണ്ട. ഓക്കെ, അപ്പോൾ വെക്കേഷൻ, VACATION. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. ഹി സെഡ് നത്തിങ്. ഹി സെഡ് നത്തിങ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് എന്താ എന്നുള്ളതാണ്. ഹി സെഡ് നത്തിങ് എന്തായിരിക്കും? ഡിഡ് ഹി, ഡിഡിൻറ്റ് ഹി, ഹാസ് ഹി, ഹാഡ് ഹി. സെഡ് എന്നുള്ളത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നു, അപ്പോൾ ഡിഡ് ആയിരിക്കും അല്ലേ? തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നെഗറ്റീവ് വാക്കുണ്ടോ? ഉണ്ട്, നത്തിങ് എന്നുള്ളത്. അപ്പോൾ ടാഗിൽ എന്ത് വേണ്ട? നെഗറ്റീവ് വേണ്ട, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. ഹി എന്നുള്ളത് അതുപോലെ തന്നെ. അപ്പോൾ ഡിഡ് ഹി, ഓപ്ഷൻ എ ഡിഡ് ഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഡിഡ് ഹി. ഹി സെഡ് നത്തിങ്, ഡിഡ് ഹി. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദി എക്സാം. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദി എക്സാം. ഇഫ് ക്ലോസിൻ്റെ യൂസേജ്. ഓപ്ഷൻ എ ക്യാൻ പാസ്, ഓപ്ഷൻ ബി കുഡ് പാസ്, ഓപ്ഷൻ സി കുഡ് ഹാവ് പാസ്ഡ്, ഓപ്ഷൻ ഡി കുഡ് പാസ്ഡ്. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദി എക്സാം. ക്യാൻ പാസ്, കുഡ് പാസ്, കുഡ് ഹാവ് പാസ്ഡ്, കുഡ് പാസ്ഡ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ക്യാൻ പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ലേൺ വെൽ, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ, അതായത് യു ലേൺ എന്നുള്ളത് സിമ്പിൾ പ്രസൻ്റ് ആണ്. ലേൺ വെൽ യു ക്യാൻ പാസ് ദി എക്സാം. ഓക്കെ, മുമ്പ് നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ശ്രദ്ധിക്കത്. 13 ക്വസ്റ്റ്യൻ. സൺസ്ട്രോക്ക് ഈസ് എ വേർഡ് ഫോംഡ് യൂസിങ്. സൺസ്ട്രോക്ക് ഈസ് എ വേർഡ് ഫോംഡ് യൂസിങ്. സൺസ്ട്രോക്ക് എന്നുള്ള വേർഡ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്? പ്രിഫിക്സ് ആയിട്ടാണോ? പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ മുമ്പിൽ 1-2 വാക്യങ്ങൾ ചേർത്ത് വരുന്ന വാക്ക്. സഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അവസാനത്തിൽ വാക്യങ്ങൾ ചേർന്ന് വരുന്നത്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 2 സ്വതന്ത്രമായിട്ടുള്ള വാക്കുകൾ കൂടിയിട്ട് ഒരൊറ്റ വാക്കാകുന്നത്. ഇപ്പോൾ ബസ് പ്ലസ് ഡ്രൈവർ, ബസ് ഡ്രൈവർ അല്ലേ? കപ്പ് പ്ലസ് ബോർഡ്, കബോർഡ്. അങ്ങനെയൊക്കെ വരുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. ഇവിടെ ഏതാണെന്ന് നോക്കാം. സൺസ്ട്രോക്ക് ഏതാണ്? യെസ്, ഇത് കോമ്പൗണ്ട് വേർഡാണ് അല്ലേ? സണ്ണും സ്ട്രോക്കും രണ്ടും പാടെ കൂടിച്ചേർന്ന വാക്കാണത്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ് സൺ പ്ലസ് സ്ട്രോക്ക്. സണ്ണായിട്ട് സിമ്പിൾ, സൺ മാത്രം നിന്നാലും ഒരു അർത്ഥം കിട്ടും, സ്ട്രോക്ക് മാത്രം നിന്നാലും നമുക്കൊരർത്ഥം കിട്ടും. അത് കൂടിച്ചേർന്ന വേറെ അർത്ഥം കിട്ടും, സൺ സ്ട്രോക്ക്. അപ്പോൾ അത് കോമ്പൗണ്ട് വേർഡാണ്. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഇഡിയം ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദി അണ്ടർലൈൻഡ് വേർഡ്. ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്, ഇൻ ഡീപ്പ് വാട്ടർ, ഹെഡ് ഓവർ ഹീൽസ്. ഹി ഡിഡ് ദ വർക്ക് ഇറഗുലർലി. ഇറഗുലർലി എന്നതിൻ്റെ പകരം ഉപയോഗിക്കാൻ പറ്റുന്നൊരു വാക്ക് ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ബൈ ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ്. ഓക്കെ, അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യൻ. ദ പാസീവ് ഫോം ഓഫ് ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ്. ദ ചൈൽഡ് ബ്രോക്ക് ദ ടോയ്സ് ഈസ്. അതിൻ്റെ പാസീവ് ഫോം എന്താ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും? ദ ടോയ്സ് വാസ് ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ദ ടോയ്സ് വാസ് ബീയിങ് ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ദ ടോയ്സ് വേർ ബീയിങ് ബ്രോക്കൺ ബൈ ദ ചൈൽഡ്. ദ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദി ചൈൽഡ്. ഏതായിരിക്കും? 15 ഓപ്ഷൻ ഡി. ദ ടോയ്സ് വേർ ബ്രോക്കൺ ബൈ ദി ചൈൽഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഡാഷ് ജസ്റ്റ് കം. ഐ ഡാഷ് ജസ്റ്റ് കം. വാസ്, ആം, ഹാസ്, ഹാവ്. ഒന്നും നോക്കണ്ട, ഓപ്ഷൻ ഐ വാസ് ജസ്റ്റ് കം വരില്ല. ജസ്റ്റ് എന്നുള്ളത് എന്തിൻ്റെ അപ്പോൾ വരിക? കൂടുതലായിട്ടും
പ്രസൻറ്റ് പെർഫെക്റ്റിൻ്റെ കൂടെ വരിക. ഇപ്പോൾ ഇവിടെ ഐ ഹാവ് ജസ്റ്റ് കം, ഐ ഹാവ് ജസ്റ്റ് കം, ഐ ഹാവ് ജസ്റ്റ് കം. അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ. ഐ ഹാവ് ജസ്റ്റ് കം. ഇവിടെ ഈ കം എന്നുള്ളത് V3 കം ആണ് എന്ന് കൂടി മനസ്സിലാക്കുക. 17ാമത്തെ ക്വസ്റ്റ്യൻ. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് പ്ലേസ് ഈസ്. ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് പ്ലേസ് ഈസ് ഡാഷ്. കോസ്മോപൊളിറ്റൻസ്. കോസ്മോപൊളിറ്റൻസ് ഏതാണ് കറക്റ്റ് ആൻസർ? ദ ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ഓഫ് എ പ്ലേസ് എന്തായിരിക്കും? ഓപ്ഷൻ ബി അബോറിജിൻസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അബോറിജിൻസ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. ദ കാൻഡിഡേറ്റ്സ് ഡാഷ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. ഓപ്ഷൻ എ ക്യാൻ, ഓപ്ഷൻ ബി മേ, ഓപ്ഷൻ സി വിൽ, ഓപ്ഷൻ ഡി മസ്റ്റ്. ഏതാണ് കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മസ്റ്റ് എന്നുള്ളതാണ്. ദ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഇൻ പൊസിഷൻ ഓഫ് ദെയർ ഹാൾ ടിക്കറ്റ്സ്. അവരുടെ ഹാൾ ടിക്കറ്റ് തീർച്ചയായിട്ടും അവരെന്താണ് കൈവശം വെച്ചിരിക്കണം. കുട്ടികളുടെ കാൻഡിഡേറ്റ്സിൻ്റെ ഹാൾ ടിക്കറ്റ് തീർച്ചയായിട്ടും കൈവശം ഉണ്ടായിരിക്കണം. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. ബാലു ടു അക്ഷര, വേർ ആർ യു ഗോയിങ്? ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ദി സെൻറ്റൻസ്. ബാലു ടു അക്ഷര, വേർ ആർ യു ഗോയിങ്. വേർ ആർ യു ഗോയിങ് എന്നതിൻ്റെ റിപ്പോർട്ട് സ്പീച്ച് എന്താ എന്നുള്ളതാണ്. അതിൻ്റെ ഇൻഡയറക്റ്റ് എന്താണ്? അപ്പോൾ എങ്ങനെ പറയാം? ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വർ ഗോയിങ്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ ഹാഡ് ബീൻ ഗോയിങ്. ബാലു ആസ്ക്ഡ് അക്ഷര വേർ വാസ് ഷീ ഗോയിങ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ്? വേർ ആർ യു ഗോയിങ് എന്നുള്ളത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് വരും? പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് അത് മാറണം. അങ്ങനെ വന്നത് ഓപ്ഷൻ ബി ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ്. മുകളിലത്തത് ഷീ വേർ എന്നുള്ളതാണ്. വേർ വേണ്ട, സിംഗുലർ ആയതുകൊണ്ട് ഷീ വാസ് മതി. അപ്പോൾ ഓപ്ഷൻ ബി ബാലു ആസ്ക്ഡ് അക്ഷര വേർ ഷീ വാസ് ഗോയിങ് എന്നുള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. ദ അണ്ടർലൈൻഡ് വേർഡ് ഈസ് ഡാഷ്. ഇവിടെ സ്മോക്കിംഗ് എന്നുള്ളതിനെ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അത് ഏത് തരം വാക്കാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ജെറണ്ട്, ഓപ്ഷൻ ബി പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ, ഓപ്ഷൻ സി പാസ്റ്റ് കണ്ടിന്യൂസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബവ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ജെറണ്ട് ആണ്. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. അതായത് ING ഫോം വരുന്നതാണ് ജെറണ്ട്. ഇപ്പോൾ ഈറ്റിംഗ്, വാക്കിംഗ്. പക്ഷെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഇവിടെ ജെറണ്ട് എന്ന് പറഞ്ഞാൽ ING ഫോം കൂടാതെ തന്നെ അതെന്തായിരിക്കും? അത് നൗൺ ആയിരിക്കും. ഇവിടെ സ്മോക്കിംഗ് എന്നുള്ളതൊരു നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹിസ് ഓൺലി ബാഡ് ഹാബിറ്റ് ഈസ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഓക്കെ. നേരെ മറിച്ച് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണെങ്കിൽ അതൊരു വെർബായിരിക്കും. ഓക്കെ. ഇവിടത് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ജെറണ്ടും പ്രസൻറ്റ് പാർട്ടിസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഓപ്ഷൻ എ ജെറണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യനുമായി വരാം. അതുവരേക്കും ബൈ.